സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ബയോളജിയിലെ വൃക്കയും അനുബന്ധ ഭാഗങ്ങളും. നമ്മൾ മുന്നേ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വൃക്കയും അനുബന്ധ ഭാഗങ്ങളും നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വൃക്കകളാണ്, അല്ലേ? നമുക്കൊരു പെയർ അല്ലെങ്കിൽ ഒരു ജോഡി വൃക്കകളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാം, ഒരു പെയർ വൃക്കകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട രക്തക്കുഴലുകളുണ്ട്, അതിൽ നിന്നും മൂത്രവാഹിയുണ്ട്, മൂത്രാശയം, ദെൻ മൂത്രനാളി വഴി മൂത്രം പുറന്തള്ളാനുള്ള ഭാഗം. ഇത്രയാണ് നമുക്ക് നമ്മുടെ വൃക്കയിൽ കാണുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, ആദ്യം അതിൻ്റെ പൊസിഷനും മറ്റും പറഞ്ഞിട്ട് നമ്മളൊക്കെ അതിൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം. നോക്കാം നമുക്ക്. വൃക്കയും അനുബന്ധ ഭാഗങ്ങളും. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. ഒരു ജോഡി എന്ന് വെച്ചാൽ 2 എണ്ണം. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. പൊസിഷൻ 2 പോയിന്റ് അതിൽ നിന്ന് കിട്ടി. ഒന്ന്, ഒരു ജോഡി വൃക്കകൾ, അതായത് 2 വൃക്കകളാണുള്ളത്. എന്താണ്? വിത്തിൻ്റെ ആകൃതിയാണ് എവിടെ കാണപ്പെടുന്നത്? ഉദരാശയത്തിലാണ്, നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിൽ. ഓക്കെ, ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് എന്ത് കാണുന്നത്? നമ്മുടെ വൃക്ക കാണപ്പെടുന്നത്. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ വൃക്കകളിൽ കാണപ്പെടുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ്, നമ്മുടെ ബോഡിയിൽ, നമ്മുടെ രക്തത്തിൽ ധാരാളം മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മങ്ങളായ ധാരാളം അരിപ്പകൾ, ലക്ഷക്കണക്കിന് അരിപ്പകളാണ് നിങ്ങളുടെ വൃക്കയിൽ കാണപ്പെടുന്നത്. ഈ അതിസൂക്ഷ്മ അരിപ്പകളെ വിളിക്കും നെഫ്രോൺ എന്ന്. എന്തെന്ന്? നെഫ്രോൺ. നമുക്കൊന്നുകൂടെ പറയാം. വൃക്കകൾ എന്ന് പറയുന്നത് ഒരു ജോഡി, അല്ലേ? 2 എണ്ണം. സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്നു. പയർവിത്തിൻ്റെ ആകൃതിയാണുള്ളത്. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ എവിടെ കാണുന്നുണ്ട്? വൃക്കകളിൽ കാണുന്നുണ്ട്. ഇവയെ എന്ത് വിളിക്കും? നെഫ്രോണുകൾ എന്ന് വിളിക്കും. നെഫ്രോണുകൾ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ്. അതായത് സൂക്ഷ്മ അരിക്കൽ നടക്കണമെങ്കിൽ വൃക്കകൾക്കകത്ത് എന്ത് വേണം? നെഫ്രോൺസ് വേണം. അതുകൊണ്ട് തന്നെ വൃക്കകൾക്ക് അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ ആര് കൂടിയേ തീരൂ? നെഫ്രോണുകൾ കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നെഫ്രോണുകൾ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണെന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഓരോ വൃക്കയിലും ഏകദേശം 12 ലക്ഷം നെഫ്രോണാണുള്ളത്. നിങ്ങൾക്ക് 2 വൃക്കകളുണ്ട്. ഓരോ വൃക്കയിലും എത്ര നെഫ്രോൺ ഉണ്ട്? ഏകദേശം 12 ലക്ഷത്തോളം നെഫ്രോണുകളാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിസൂക്ഷ്മ അരിക്കൽ ഏറ്റവും ഇഫക്റ്റീവായി ചെയ്യാൻ വൃക്കകൾക്ക് കഴിയുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കാണാം. ഒന്ന് കോർട്ടെക്സ്, അല്ലേ? മഞ്ഞ കളറിൽ കൊടുത്തിട്ടുണ്ട് കോർട്ടെക്സ്. കോർട്ടെക്സ് എന്ന് പറയുന്നത്, കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, നമുക്ക് ഏതൊരു ഇൻറ്റേർണൽ ഓർഗൻ എടുത്തു കഴിഞ്ഞാലും നമുക്കതിൻ്റെ പുറം ഭാഗമുണ്ട്, ഉൾഭാഗമുണ്ട്, അല്ലേ? ഏതൊരു ഇൻറ്റേർണൽ ഓർഗൻ നമ്മൾ എടുത്താലും നമുക്കതിനെ എങ്ങനെ പറയാം? അതിനൊരു ഔട്ടർ മോസ്റ്റ് പാർട്ടുണ്ട്, ഒരു ഇന്നർ മോസ്റ്റ് പാർട്ടുണ്ട്. അതായത് ഉള്ളിലൊരു ഭാഗമുണ്ട്, പുറത്തൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ പുറമേ ഉള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. അതിന് ഏത് ഓർഗൻ ആയാലും, ഓക്കെ, അത് നിങ്ങളുടെ കിഡ്നി ആയാലും ലിവർ ആയാലും എന്തായാലും ഏത് ഇൻറ്റേർണൽ ഓർഗൻ ആയാലും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഏത് ടേം വെച്ചിട്ടാണ് നമ്മൾ പറയുക? കോർട്ടെക്സ് എന്ന ടേം വെച്ചിട്ടാണ് പറയാം. അതായത് കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ പുറം ഭാഗം. ഇപ്പോൾ വൃക്കയുടെ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ അതിന് ഇളം നിറമാണ്, ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. ഇനി വൃക്കകളുടെ ആന്തരഭാഗം എങ്ങനെയാണ്? അത് മെഡുല്ല എന്നാണ് വിളിക്കുക. കടും നിറമുള്ള ഭാഗമാണ് ആന്തരഭാഗം. ഓക്കെ, കടും നിറമുള്ള ഭാഗമാണ് ഇത്, ആന്തരഭാഗം. അപ്പോൾ കിട്ടിയല്ലോ. ഈ വൃക്കകൾക്ക് എന്തുണ്ട്? 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് കോർട്ടെക്സ്, 2 മെഡുല്ല. കോർട്ടെക്സ് ഇളം നിറമുള്ള ബാഹ്യഭാഗം, മെഡുല്ല കടും നിറമുള്ള ആന്തരഭാഗം. പിന്നെ എന്ത് കാണാൻ നിങ്ങൾക്ക്? നെഫ്രോണുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അല്ലേ? അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു നെഫ്രോണിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ എത്ര ഓളം ഉണ്ട്? 12 ലക്ഷത്തോളം നെഫ്രോണുകൾ ഓരോ വൃക്കകൾക്കകത്തും കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പം നെഫ്രോണുകളുടെ സ്ട്രക്ചർ കണ്ടുവേ, നമ്മളൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും.
ഓക്കെ, നെഫ്രോണുകളുടെ സ്ട്രക്ചർ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പേ കുറച്ച് ബേസിക് ആയിട്ടുള്ള വൃക്കകളെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരാം. അപ്പോൾ ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടെത്തണം. ചിത്രം ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നോക്കാൻ. നമുക്ക് ആദ്യത്തെ ചിത്രം നോക്കാം അല്ലേ. പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള 2 വൃക്കകൾ. ഓക്കെ, വൃക്ക എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വൃക്കാധമനി നിങ്ങൾക്ക് കാണാം. ചുവന്ന കളറിൽ ഒരു വൃക്കാധമനി കാണാം. ദെൻ ഒരു നീല കളറിൽ വൃക്കാസിരയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പെൽവിസ് നിങ്ങൾക്ക് രണ്ടാമത്തെ ചിത്രത്തിൽ കാണാം. നമ്മൾ പേടിക്കേണ്ട കേട്ടോ, ഓരോന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. പിന്നെ ഒരു പെൽവിസ് നിങ്ങൾക്ക് രണ്ടാമത്തെ ചിത്രത്തിൽ കാണാം. പിന്നെ ഒരു മൂത്രവാഹി കാണാം. മൂത്രവാഹി എന്ന് പറഞ്ഞാൽ വൃക്കകളിൽ നിന്ന് മൂത്രം ശേഖരിച്ച് കൊണ്ടുവരുന്ന ആളാണ് മൂത്രവാഹി. ഈ കൊണ്ടുവരുന്ന മൂത്രം എവിടെ സംഭരിച്ചു വെക്കും? മൂത്രാശയത്തിൽ സംഭരിച്ചു വെക്കും. പിന്നീട് മൂത്രനാളി വഴി അത് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. ഇതാണ് വൃക്കയുടെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, 2 വൃക്കകളിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു? നമ്മുടെ മൂത്രവാഹി പുറപ്പെടുന്നു. മൂത്രവാഹി മൂത്രം വഹിച്ചു കൊണ്ടുവരുന്നു, മൂത്രാശയത്തിൽ സംഭരിക്കുന്നു. ആവശ്യാനുസരണം, അതായത് നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ മുട്ടുന്ന ആ ഒരു ടെൻഡൻസി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മൂത്രനാളി വഴി യൂറിനേറ്റ് ചെയ്ത് നമ്മൾ മൂത്രം പുറത്തേക്ക് കളയുന്നു. ആണല്ലോ, അത്രയും മനസ്സിലാക്കുക. വൃക്കാധമനി വൃക്കാസിര നമ്മൾ പറയും, അവിടെ നിൽക്കട്ടെ തൽക്കാലം. അപ്പോൾ രക്തക്കുഴലുകൾ കണ്ടല്ലോ, വൃക്കാധമനിയും വൃക്കാസിരയും അതവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ ഒരു പെൽവിസ് നിങ്ങൾക്ക് കാണാം. അതായത് കിഡ്നികളിൽ നിന്ന് മൂത്രവാഹിയിലേക്ക് എത്തുന്നതിന് മുമ്പേ മൂത്രം കളക്ട് ചെയ്യുന്ന ആളാണ് പെൽവിസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. വൃക്കകളിൽ നിന്ന്, അതായത് നെഫ്രോൺസിൽ നിന്നുള്ള സൂക്ഷ്മ അരിക്കലൊക്കെ കഴിഞ്ഞിട്ട് വൃക്കയിലെ നെഫ്രോണുകളിൽ നിന്ന് അരിക്കൽ കഴിഞ്ഞ് ആദ്യമായി മൂത്രം സംഭരിച്ച് വരുന്ന ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? പെൽവിസ് എന്ന് വിളിക്കുന്നത്. പിന്നെ അത് മൂത്രവാഹിയിലേക്ക് എത്തും. മൂത്രാശയം മൂത്രനാളിയൊക്കെ നിങ്ങൾ ഇപ്പുറത്തെ ചിത്രത്തിൽ കണ്ടു. അപ്പോൾ ഒരു ബേസിക് പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്നാൽ മാത്രമേ സൂചകങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ആൻസേഴ്സ് പറയാൻ പറ്റും. ഒന്നാമത്തെ സൂചകം, വൃക്കയുടെ സ്ഥാനം, ആകൃതി, എണ്ണം. ഉത്തരം പറയാലോ. വൃക്കയുടെ സ്ഥാനം എവിടെയാണ്? ആൻസർ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. സ്ഥാനം ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശത്തും. രണ്ടാമത്തത് ആകൃതി, പയർവിത്തിൻ്റെ ആകൃതി. എണ്ണം, ഒരു ജോഡി അല്ലേ, ഒരു ജോഡി വൃക്കകൾ. അവിടെ 12 ലക്ഷം എന്ന് എഴുതി പോവരുതേ, അതെന്താണ്? നെഫ്രോണുകളാണ്. ഇവിടെ വൃക്കകളുടെ എണ്ണമാണ് ചോദിക്കുന്നത്, ഒരു ജോഡി അല്ലെങ്കിൽ 2 എണ്ണം. ഇതിലേതെങ്കിലും ഒന്നേ എഴുതാവൂ. ഒന്നുകിൽ ഒരു ജോഡി എന്ന് എഴുതുക, അല്ലെങ്കിൽ 2 എണ്ണം എന്ന് എഴുതുക. അല്ലാണ്ട് 2 മാത്രം 2 എണ്ണം എന്നുള്ള രീതിയിൽ 2 എന്ന് എഴുതാം. 1 എഴുതുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അവിടെ എന്ത് ചേർക്കണം? ജോഡി എന്നത് ചേർക്കണം. അപ്പോൾ ഒരു ജോഡി അഥവാ 2 എണ്ണം. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞു വൃക്കാധമനിയെക്കുറിച്ച് ഞാൻ പറയാൻ പോവാണ്. വൃക്കാധമനി നിങ്ങൾക്ക് കാണാം ആ ചിത്രത്തിൽ ചുവന്ന കളറുള്ള ഒരു രക്തക്കുഴൽ. ഓക്കെ, ഇങ്ങനെ ചുവപ്പ് നീല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ശരീരത്തിൻ്റെ ഉള്ളിൽ. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡിഫറെൻറ്റ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ചുവന്ന കളറിൽ കൊടുത്തിരിക്കുന്നതാണ് എന്ത്? വൃക്കാധമനി. ഓർത്തു വെച്ചോ, വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലാണ് വൃക്കാധമനി. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഹൃദയം പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ രക്തക്കുഴലുകൾ എന്ന് പറയുമ്പോൾ ഹൃദയത്തെ നമ്മൾ ബേസ് ചെയ്ത് രക്തക്കുഴലുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ധമനി എന്നും സിര എന്നും അതുപോലെ രക്തലോമികകൾ എന്നും നിങ്ങൾ പഠിച്ചു. ധമനി എന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോയതാ അല്ലേ. സിരകൾ എന്താ? ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവന്നതാ. അത് ഓർത്തു വെക്കണം. ഇവിടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു. ആരാത്? ധമനി. അതെങ്ങോട്ടാ രക്തം കൊണ്ടുപോയേ? വൃക്കയിലേക്ക്. അപ്പം അതെന്താ? വൃക്കാധമനി. മനസ്സിലായോ? അപ്പോൾ വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ ഏതാണ്? വൃക്കാധമനി. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിക്കായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന ആൾ ധമനി, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആൾ സിര ആണല്ലോ. ഇനി ഈ ഹൃദയത്തിൽ നിന്നൊരു ധമനി പുറപ്പെട്ടു രക്തവും കൊണ്ട്. അതെങ്ങോട്ടാ പോന്ന്? വൃക്കയിലേക്ക് പോന്ന്. അയാളാണ് ആര്? വൃക്കാധമനി. ഇനി വൃക്കയിൽ നിന്ന് അരിച്ചു മാറ്റലൊക്കെ കഴിഞ്ഞ് ശുദ്ധരക്തം ഫോം ചെയ്യണം. നല്ല രക്തത്തെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുള്ള രക്തം ഉണ്ടാവണം. ആ രക്തം ഇനി എങ്ങോട്ട് പോകണം? വീണ്ടും ഹൃദയത്തിലേക്ക് തന്നെ എത്തണ്ടേ? അപ്പോൾ ഇതിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകണ്ടേ? അങ്ങനെ കൊണ്ടുപോകേണ്ട ആളാണ് ആര്? വൃക്കാസിര. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുകൂടെ നമുക്കത് വായിക്കാം. വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ വൃക്കാധമനി. വൃക്കകളിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ വൃക്കാസിര. നിങ്ങളുടെ സൂചകങ്ങൾ തന്നെയാണേ, പോയിൻ്റാക്കി കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, സൂചകങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് തന്നെ നമ്മളിന്നിപ്പുറം ആൻസേഴ്സ് അടക്കം കൊടുത്തുന്നേ ഉള്ളൂ ഞാൻ.
അപ്പോൾ വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ വൃക്കാധമനി, വൃക്കകളിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ വൃക്കാസിര. ദെൻ പെൽവിസ് എന്നൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ട പെൽവിസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഇനി എന്താണ് പെൽവിസ് എന്നാ പറയാൻ പോകുന്നത്? നെഫ്രോണിൻ്റെ നീണ്ട കുഴലുകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം. നെഫ്രോൺ പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ആ പഠിക്കും, മൂത്രം ഒഴുകിയെത്തണം നെഫ്രോണുകളിലെ അരിക്കൽ കഴിഞ്ഞിട്ട്. അങ്ങനെ മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് ഇത് പെൽവിസ്. നെഫ്രോണിലെ അരിക്കൽ കഴിഞ്ഞ് മൂത്രം രൂപം കൊണ്ട് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് ഇത് പെൽവിസ്. ഈ പെൽവിസാണ് പിന്നെ എങ്ങോട്ട് തുറക്കുന്നത്? മൂത്രനാളിയിലേക്ക്. ഈ പിക്ചർ നോക്കിക്കോ, മൂത്രവാഹിയിലേക്ക് തുറക്കുന്നത്. പിക്ചർ നോക്കണേ, മൂത്രവാഹിയിലേക്ക്. പെൽവിസ് കഴിഞ്ഞിട്ടാണ് ഇത് എങ്ങോട്ട് തുറക്കുന്നത്? മൂത്രവാഹിയിലേക്ക് എത്തുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ പെൽവിസ് എന്താണ്? നെഫ്രോണിൻ്റെ നീണ്ട കുഴലുകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് ഇത് പെൽവിസ്. ഇനി പെൽവിസിൽ നിന്നും മൂത്രാശയത്തിലേക്ക് മൂത്രം ഒഴുകിയെത്തുന്ന കുഴലാണ് മൂത്രവാഹി. ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെ, പെൽവിസ് പിന്നെ എങ്ങോട്ട് തുറന്നു? മൂത്രവാഹിയിലേക്ക് തുറന്നു. ദെൻ മൂത്രം താൽക്കാലികമായി സംഭരിക്കുന്ന ഭാഗം മൂത്രാശയം. മൂത്രം താൽക്കാലികമായി സംഭരിക്കുന്ന ഭാഗം ഏതാണ്? മൂത്രാശയം. ദെൻ മൂത്രാശയത്തിൽ നിന്നും മൂത്രം പുറന്തള്ളുന്ന ഭാഗം ഏതാണ്? മൂത്രനാളി. ഓക്കെ, മൂത്രനാളം എന്ന് കൊടുത്തിട്ടുണ്ട്, മൂത്രനാളി എന്നത് ഒന്ന് തിരുത്തി വായിക്കുക, മൂത്രനാളി. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഈ സൂചകങ്ങളുടെ ഒക്കെ ആൻസേഴ്സ് കിട്ടി. അപ്പോൾ ഇതൊന്ന് ഇപ്പം തന്നെ പഠിച്ച് പോവുക. ഓക്കെ, ഇപ്പോൾ വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയും, വൃക്കയിൽ നിന്നും രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന വൃക്കാസിരയും. പെൽവിസ് എന്ന് പറയുന്നത് നെഫ്രോണിൻ്റെ നീണ്ട കുഴലുകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം. പെൽവിസ് പിന്നീട് മൂത്രവാഹിയിലേക്ക് തുറക്കുന്നു. മൂത്രവാഹിയിൽ നിന്ന് മൂത്രാശയത്തിലേക്ക് പോകുന്നു. അവിടെ കുറച്ച് നേരം സംഭരിക്കപ്പെടുന്നു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ വേണ്ടാത്തപ്പോൾ നമ്മൾ ഇത് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മൂത്രം ഒഴിച്ചു കളയുന്നു. മൂത്രനാളി വഴി മൂത്രം പുറത്തേക്ക് പോകുന്നു. കിട്ടിയല്ലോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. ഓക്കെ, അതായത് വൃക്കാധമനി വഴി വൃക്കയിലേക്ക് രക്തം വന്നു. വൃക്കാധമനി വഴി വൃക്കയിലേക്ക് രക്തം വന്നു. വൃക്കയിലേക്ക് എത്തിയ രക്തത്തെ നെഫ്രോണുകൾ അരിച്ച് മൂത്രമാക്കി മാറ്റി, അല്ലെ വേണ്ടാത്തതൊക്കെ എടുത്ത് മൂത്രമാക്കി മാറ്റി, ധാരാളമുള്ള വെള്ളമൊക്കെ കളഞ്ഞ് മൂത്രം എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി. മൂത്രം പെൽവിസിലേക്കെത്തി. പെൽവിസിൽ നിന്നത് മൂത്രവാഹിയിലേക്കെത്തി. മൂത്രാശയത്തിൽ സംഭരിക്കപ്പെട്ടു. മൂത്രനാളി വഴി പുറന്തള്ളി. കിട്ടിയല്ലോ, പഠിച്ചല്ലോ, ഡൺ. ഇനി നെഫ്രോണിൻ്റെ ഘടനയാണ് പഠിക്കേണ്ടത്. നെഫ്രോണുകളിൽ അരിക്കൽ എന്ന പ്രവർത്തനം നടക്കുന്നു, സൂക്ഷ്മ അരിക്കൽ നടക്കുന്നു, മൂത്രം രൂപം കൊള്ളുന്നു. നിങ്ങൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പഠിച്ചു. അതെങ്ങനെ? അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കണം, ഓരോ വാക്യവും മനസ്സിലേക്ക് എടുക്കണം. അപ്പോഴേ ഇത് പൂർണ്ണമാവൂ. ശ്രദ്ധിച്ചോ. തൊട്ട് മുന്നത്തെ ചിത്രം ഞാൻ ഒന്നും കൂടെ പറയുന്നു. വൃക്കാധമനിയും വൃക്കാസിരയും ഒന്ന് നോക്കിക്കോ. ചിത്രത്തിൽ നോക്കണം, വൃക്കാധമനിയും വൃക്കാസിരയും ഒന്ന് നോക്കിക്കോ. വൃക്കാധമനി വൃക്കയിലേക്ക് രക്തം കൊണ്ടുവന്നു, അല്ലേ? ഈ വൃക്കാധമനി ധാരാളം ബ്രാഞ്ചുകളായിട്ട് മാറും. വൃക്കാധമനി കുറേ രക്തലോമികയായിട്ട് മാറും. നോക്ക്, ആ ചുവപ്പ് കളറിലുള്ളതാണ് വൃക്കാധമനി. ആ വൃക്കാധമനി കുറേ ബ്രാഞ്ചസ് ആയി, അതും ചുവപ്പ് നിറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? കുറേ ബ്രാഞ്ചുകളായി മാറി. തിരിച്ച് രക്തം കൊണ്ടുപോകുന്ന ആളാരാ? വൃക്കാസിരയാണ്. നീല കളറിലതാ വൃക്കാസിര, അല്ലേ? നീല കളറിലതാ വൃക്കാസിര. ഈ നീല കളറിലുള്ള വൃക്കാസിര എന്ത് ചെയ്യുന്നറിയോ? കുറേ ബ്രാഞ്ചുകളായി മാറും. എന്നിട്ട് ഈ വൃക്കാസിരയുടെയും വൃക്കാധമനിയുടെയും ഓരോരോ ബ്രാഞ്ചുകൾ ഓരോ നെഫ്രോണിൻ്റെ ഉള്ളിലേക്കും കയറും. പറഞ്ഞാൽ മനസ്സിലായോ? വൃക്കാധമനിയുടെയും വൃക്കാസിരയുടെയും ഇങ്ങനെയായി മാറിയ ഈ ബ്രാഞ്ചുകൾ ഓരോ നെഫ്രോണുകൾക്കകത്തേക്കും കയറും. ഓരോ അകത്തേക്കും ഒരു വൃക്കാധമനിയുടെ ബ്രാഞ്ചും ഒരു വൃക്കാസിരയുടെ ബ്രാഞ്ചും കയറിപ്പോകുന്നു. അത് പിന്നീട് വീണ്ടും കുറേ ബ്രാഞ്ചുകളായി മാറും. ഇപ്പോൾ നിങ്ങൾക്ക് ആ ചുവന്ന കളറിൽ നിങ്ങൾക്ക് കാണുന്നത് വൃക്കാധമനിയുടെ ഒരു ബ്രാഞ്ചാണ്. അത് പിന്നീട് എന്തായി മാറി? കുറേ കുഞ്ഞു ബ്രാഞ്ചസ് ആയി. വൃക്കാസിരയുടെ ഒരു ബ്രാഞ്ച് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അത് പിന്നീട് എന്തായി മാറിയിട്ടുണ്ട്? കുറേ ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. ഇത് മനസ്സിലുണ്ടാവണം. ഇനി ആ ഉരുണ്ട് കിടക്കുന്ന ആ വായി തുറന്ന പോലത്തെ ആ ഭാഗവുമില്ലേ, അതിൻ്റെ പേരാണ് ബൊമാൻസ് ക്യാപ്സ്യൂള്. ഇതിന് ബൊമാൻസ് ക്യാപ്സ്യൂള്. ഒരു കാര്യം കൂടെ ഓർത്തോ, എങ്കിലേ ഇനി ഇത് ഞാൻ പ്രവർത്തനം പറയാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ സ്ട്രക്ചർ മാത്രമേ ഇപ്പോൾ പറഞ്ഞത്, കുറച്ച്, ഫുള്ളല്ല, കുറച്ച്. നോക്കിക്കോളൂ, നമ്മുടെ വൃക്കാധമനിയുടെ ബ്രാഞ്ചാണ്
അഫറൻറ്റ് വെസൽ. വൃക്കാധമനിയുടെ ബ്രാഞ്ച് ഏതാണ്? അഫറൻറ്റ് വെസൽ. വൃക്കാധമനിയുടെ ബ്രാഞ്ച് അതാണ് ഓരോ നെഫ്രോണിലേക്കും കയറുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുക? എഫറൻറ്റ് വെസൽ എന്ന് വിളിക്കുക. അതുപോലെ വൃക്കാസിരയുടെ ഒരു ബ്രാഞ്ച് ഓരോ നെഫ്രോണുകൾക്കുള്ളിലേക്കും കയറുന്നുണ്ട്. അതിനെ വിളിക്കും ഇഫറൻറ്റ് വെസൽ. കിട്ടിയോ? അഫറൻറ്റ് വെസലും ഇഫറൻറ്റ് വെസലും. അതിൻ്റെ തടിയിൽ തന്നെ മാറ്റമുണ്ട്. ഓക്കെ, ഈ ചിത്രം നോക്കിയേ. ഇത് ആദ്യത്തെ ചിത്രം. മറ്റേ ചിത്രത്തിൽ അത്ര ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. ഈ ചിത്രം നോക്കിയേ. വൃക്കാധമനിയുടെ ശാഖയായ അഫറൻറ്റ് വെസലിന് തിക്നെസ് കൂടുതലാണ്. അതാ ഈ സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഈ ചുവന്ന കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗം, ആ വലുത് സൈസ് കൂടിയത് ചുവന്ന കളറിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗം, അതാണെന്ത്? അഫറൻറ്റ് വെസൽ. എന്തിൻ്റെ ശാഖ? നമ്മുടെ വൃക്കാധമനിയുടെ ശാഖ. പിന്നീട് അത് കുറേ ബ്രാഞ്ചസ് ആയി മാറി. ആ നീല കളറിൽ കൊടുത്തിരിക്കുന്നതാണ് വൃക്കാസിരയുടെ ശാഖ. അതിനെ വിളിക്കും ഇഫറൻറ്റ് വെസൽ. അതിൻ്റെ തടിയിൽ തന്നെ മാറ്റമുണ്ട്. അഫറൻറ്റ് വെസലിന് തടി കൂടുതലും, അതായത് അതിന് ഉള്ളിലെ വീതി കൂടുതലും, ഇഫറൻറ്റ് വെസലിന് വീതി കുറവുമാണ്. മനസ്സിലായോ? അപ്പോൾ അഫറൻറ്റ് വെസലിലൂടെ നമ്മുടെ നെഫ്രോണുകൾക്കകത്തേക്ക് രക്തം കയറും. പ്രവർത്തനമാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അഫറൻറ്റ് വെസൽ, തടി കൂടിയ അഫറൻറ്റ് വെസൽ വഴി വൃക്കകൾക്കകത്തേക്ക് നെഫ്രോണുകൾക്കകത്തേക്ക് രക്തം കയറി. ഒന്നുകൂടെ പറയുന്നു. അഫറൻറ്റ് വെസൽ വഴി വൃക്കകൾക്കകത്തേക്ക് നെഫ്രോണിനകത്തേക്ക് രക്തം കയറി. ഇഫറൻറ്റ് വെസലിൻ്റെ തടി കുറവല്ലേ? അതിൻ്റെ ഉൾവ്യാസം കുറവല്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രഷർ വന്നു മക്കളെ. അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നു? ഭയങ്കര പ്രഷർ വന്നു. ആ ഹൈ പ്രഷർ. പിന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ബ്രാഞ്ച് കണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുറേ ബ്രാഞ്ച് കണ്ടില്ലേ? ചുവന്ന കളറിലും നീല കളറിലും ബ്രാഞ്ച് കണ്ടില്ലേ? അതായത് അഫറൻറ്റ് വെസലിൻ്റെയും ഇഫറൻറ്റ് വെസൽസിൻ്റെയും ബ്രാഞ്ച് കണ്ടില്ലേ? ഈ ബ്രാഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ നിറച്ചും ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഹൈ പ്രഷർ ഇതിനകത്ത് ക്രിയേറ്റായി. നിങ്ങൾ ഇത്രേ ചിന്തിക്കണ്ട. ഒരു വലിയ വായുള്ള പൈപ്പിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറി. പക്ഷെ പുറത്ത് പോകാൻ ചെറിയ വായുള്ള ഒരു പൈപ്പാണെന്ന് കരുതുക. അപ്പോൾ അതിനുള്ളിൽ എന്ത് കൂടും? വെള്ളത്തിൻ്റെ പ്രഷർ കൂടും. ഇവിടെ അത് തന്നെ സംഭവിച്ചേ. രക്തത്തിൻ്റെ പ്രഷർ കൂടിയേടാ ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്ത്. അപ്പോൾ അവിടെ എന്ത് നടക്കും? ഹൈ പ്രഷർ, ധാരാളം ഹോൾസും ഉണ്ട്. ആ ഹോൾസിലൂടെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ, രക്തത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ എങ്ങോട്ടെത്തും? ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്തെ ഈ ഗ്ലോമറുലസ് എന്ന ഭാഗത്ത്. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ ഈ രക്തലോമികളുടെ ഈ ശാഖേനെയാണ് എന്ത് വിളിക്കുക? ഗ്ലോമറുലസ് എന്ന് വിളിക്കുക. അഫറൻറ്റ് വെസലും ഇഫറൻറ്റ് വെസലും കുറേ ശാഖകളായി മാറിയിട്ടുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക? ഗ്ലോമറുലസ് എന്ന് വിളിക്കുക. കുറേ ഇങ്ങനെ കുടുങ്ങി മറിഞ്ഞ് കിടക്കുന്ന ഒരു ഉണ്ട സാധനം, അതാണെന്ത്? ഗ്ലോമറുലസ്. ആ ഫുള്ള് കപ്പ് പോലുള്ള ഭാഗത്തിന് എന്ത് വിളിക്കും? ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഫുൾ കപ്പ് പോലുള്ള ഭാഗം ബൊമാൻസ് ക്യാപ്സ്യൂളും ഉള്ളിലെ രക്തലോമികളുടെ ആ കൂട്ടത്തിന് എന്ത് വിളിക്കും? ഗ്ലോമറുലസ് എന്നും വിളിക്കും. ഉള്ളിലേക്ക് രക്തം എടുക്കുന്നത് അഫറൻറ്റ് വെസലും പുറത്തേക്ക് കളയുന്നത് ഇഫറൻറ്റ് വെസലും. അഫറൻറ്റ് വെസലിന് ഉൾവ്യാസം കൂടുതലും ഇഫറൻറ്റ് വെസലിന് ഉൾവ്യാസം കുറവും. അപ്പോൾ ഹൈ പ്രഷർ ക്രിയേറ്റ് ആയി അവിടെ അരിക്കൽ എന്ന പ്രവർത്തനം തുടങ്ങി. മനസ്സിലായോ? ഗ്ലോമറുലസിനകത്തെ ധാരാളം ചെറിയ അതിസൂക്ഷ്മങ്ങളായ ഓപ്പണിങ്സിലൂടെ, അതിസൂക്ഷ്മങ്ങളായ സുഷിരങ്ങളിലൂടെ അരിക്കൽ എന്ന പ്രവർത്തനം തുടങ്ങി വച്ചു. മനസ്സിലായോ? ഇനി നോക്കിക്കോ. അരിക്കൽ നടന്ന് അവിടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്തു. നമ്മൾ തൽക്കാലം തൊട്ടടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. കുറച്ച് കണ്ടന്റ് അവിടെ പറയാനുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ബൊമാൻസ് ക്യാപ്സ്യൂൾ നെഫ്രോണിൻ്റെ അഗ്രഭാഗത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗം. ഈ സാധനം അതാണെന്ത്? ബൊമാൻസ് ക്യാപ്സ്യൂള്. കിട്ടിയല്ലോ? നെഫ്രോണിൻ്റെ അഗ്രഭാഗത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗം, ഒരു വായി തുറന്ന പോലത്തെ ഭാഗം, അതാണെന്ത്? ബൊമാൻസ് ക്യാപ്സ്യൂള്. ഇതിനുള്ളിലാണ് ഗ്ലോമറുലസ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ എന്താ? അഫറൻറ്റ് വെസലിൻ്റെയും ഇഫറൻറ്റ് വെസലിൻ്റെയും കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ കൂട്ടമാണ് ഗ്ലോമറുലസ്. കിട്ടിയല്ലോ? അപ്പോൾ നെഫ്രോണിൻ്റെ അഗ്രഭാഗത്തുള്ള ഇരട്ടഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗം ബൊമാൻസ് ക്യാപ്സ്യൂള്. ഇതിനുള്ളിലാണ് ഇതുള്ളത്? ഗ്ലോമറുലസ് കാണപ്പെടുന്നത്. ദെൻ അഫറൻറ്റ് വെസൽ. ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖ. നമ്മൾ പലതവണ പറഞ്ഞത് ഉറപ്പിച്ചതാണ്. ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്തേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ് അഫറൻറ്റ് വെസൽ. ഗ്ലോമറുലസിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലാണിത്.
നെഫ്രോണിനകത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആളാണ് ആര്? നമ്മുടെ അഫറൻറ്റ് വെസൽ. ദെൻ അടുത്തത് ഇഫറൻറ്റ് വെസൽ. ഗ്ലോമറുലസിൽ നിന്നുള്ള രക്തം ബൊമാൻസ് ക്യാപ്സ്യൂളിന് പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ, തിരിച്ചു കൊണ്ടുപോകണ്ടേ, അതിനു വേണ്ട കുഴൽ. ഗ്ലോമറുലസിലെ രക്തലോമികകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ഇഫറൻറ്റ് വെസൽ, അതായത് ആദ്യം നമ്മുടെ അഫറൻറ്റ് വെസൽ കുറേ ബ്രാഞ്ചസ് ആയി രക്തലോമികയായി മാറി, പിന്നീട് ഈ രക്തലോമികൾ കൂടിച്ചേർന്ന് എന്തായി മാറി? ഇഫറൻറ്റ് വെസലായി. ഈ ഇഫറൻറ്റ് വെസല് ലോമികകളായി പിരിഞ്ഞ് ബാഹ്യനളികാ ലോമികാജാലമായി മാറുകയും അവ പിന്നീട് കൂടിച്ചേർന്ന് വൃക്കാസിരയായി മാറുകയും ചെയ്യുന്നു. പേടിക്കണ്ട, പറഞ്ഞു തരാം. ഗ്ലോമറുലസിൽ നിന്നുള്ള രക്തം ബൊമാൻസ് ക്യാപ്സ്യൂളിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഇഫറൻറ്റ് വെസൽ. ഗ്ലോമറുലസിലെ രക്തലോമികകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഇഫറൻറ്റ് വെസൽ ലോമികകളായി പിരിയും. പിന്നീട് നിങ്ങൾക്ക് കാണാം, ഗ്ലോമറുലസിലെ രക്തലോമികകൾ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടായി? ഇഫറൻറ്റ് വെസൽ ഉണ്ടായി മക്കളെ. ഇതാ ഇഫറൻറ്റ് വെസൽ ഉണ്ടായി, കണ്ടായോടെ ഇഫറൻറ്റ് വെസൽ ഉണ്ടായി. ഇനി എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഈ ഇഫറൻറ്റ് വെസൽ വീണ്ടും കുറേ ലോമികകളായി മാറും. ഈ ഇഫറൻറ്റ് വെസൽ പിന്നെ എന്ത് ചെയ്തു? വീണ്ടും കുറേ രക്തലോമികകളായി, കാണുന്നില്ലേ നിങ്ങൾക്ക്? കുറേ ബ്രാഞ്ചസ് ആയിട്ട് അവിടെ മാറി. എന്നിട്ടോ എന്താ ഉണ്ടാവുന്നത്? ബാഹ്യനളികാ ലോമികാജാലമായി മാറി. എന്തുണ്ടായി? ബാഹ്യനളികാ ലോമികാജാലമായി മാറുകയും പിന്നീട് വീണ്ടും അവ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവും? സിരകളായി മാറുകയും ചെയ്യുന്നു. അതായത് വൃക്കാസിരകളായി മാറുകയും ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം. അഫറൻറ്റ് വെസൽ കുറേ ബ്രാഞ്ചസ് ആയി, ഗ്ലോമറുലസ് ആയി, അതിനെ കൂടിച്ചേർന്നിട്ട് ഗ്ലോമറുലസിലെ ഈ രക്തലോമിക കൂടിച്ചേർന്ന് പിന്നെന്തായി? വീണ്ടും നമ്മുടെ ഇഫറൻറ്റ് വെസലായി. ഇഫറൻറ്റ് വെസൽ വീണ്ടും എന്ത് ചെയ്തു? ലോമികകളായി പിരിഞ്ഞു. എന്തുണ്ടായി? ബാഹ്യനളികാ ലോമികാജാലമുണ്ടായി. അത് പിന്നീട് വീണ്ടും കൂടിച്ചേർന്നു. എന്തായി മാറി? വൃക്കാസിരകളായി മാറി. ഇനി ഞാൻ പ്രവർത്തനം തന്നെ പറയുന്ന നല്ല പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞതും മനസ്സിലുണ്ടാവണം, നോക്കിക്കോളും. സൂക്ഷ്മ അരിക്കൽ. നമ്മുടെ വൃക്കകളിലെ അല്ലെങ്കിൽ നെഫ്രോണിലെ അരിക്കൽ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്, കുറച്ച് സ്റ്റെപ്പുകളായിട്ടാണ് നടക്കുന്നത്. അതിലൊന്നാമത്തത് സൂക്ഷ്മ അരിക്കൽ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സൂക്ഷ്മ അരിക്കൽ. രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. ഇതിൻ്റെ ഫലമായി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന ദ്രാവകം രൂപപ്പെടുന്നു. രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകി അല്ലേ, എഫറൻറ്റ് വെസൽ വഴി കയറി ഇഫറൻറ്റ് വെസൽ വഴി പുറത്തിറങ്ങി. അതിനിടക്കുള്ള ഭാഗമാണ് ഗ്ലോമറുലസ്. ഈ ഗ്ലോമറുലസിലൂടെ ഒഴുകുന്ന സമയത്ത് സൂക്ഷ്മ അരിക്കൽ നടക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഒരു ദ്രാവകം അവിടെ ഉണ്ടാകുന്നു. ആ ദ്രാവകത്തിൻ്റെ പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ദ്രാവകത്തിൻ്റെ പേരെന്നാ? ഇങ്ങനെ രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ദ്രാവകം കിട്ടുന്നു. ആ ദ്രാവകത്തിൻ്റെ പേരെന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. എന്തെന്ന്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന ദ്രാവകം രൂപം കൊള്ളുന്നു. അഫറൻറ്റ് വെസലിൻ്റെയും ഇഫറൻറ്റ് വെസലിൻ്റെയും വ്യാസവ്യത്യാസം മൂലമുണ്ടാകുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അഫറൻറ്റ് വെസലാണ് കട്ടി കൂടിയത്, ഇഫറൻറ്റ് വെസലിന് കട്ടി കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഹൈ മർദ്ദം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഗ്ലോമറുലസിലെ അരിക്കൽ കഴിഞ്ഞുണ്ടാവുന്ന ആ ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് വിളിക്കും? ആ ദ്രാവകത്തെ നമ്മൾ എന്ത് വിളിക്കും? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് നമ്മൾ വിളിക്കും. കിട്ടിയല്ലോ. ഇനി ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ കുറേ ഘടകങ്ങളുണ്ട്. നമ്മുടെ മൂത്രത്തിലൊക്കെ പോലെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനകത്ത് എന്തുണ്ട്? കുറേ ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കറിയണം. നോക്കിക്കോളൂ. ജലം എന്തുണ്ട്? ജലമുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡുകളുണ്ട്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അയോണുകളുണ്ട്, വിറ്റാമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ. ഇത് പഠിച്ചോളണം, വേറെ വഴിയൊന്നുമില്ല, പഠിച്ചേ പറ്റൂ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അയോണുകൾ. മീൻസ് ഇതിങ്ങനെയാണ്: സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അയോണുകൾ, വിറ്റാമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ. കിട്ടിയല്ലോ. ഇവയാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഗ്ലോമറുലസിൽ നിന്ന് എന്ത് നടന്നു? സൂക്ഷ്മ അരിക്കൽ നടന്നു. ഇനി ഈ അരിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാവും. അതിന് എന്ത് ചെയ്യണം? പുനരാകിരണം നടത്തണം. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് അതിസൂക്ഷ്മ അരിക്കൽ.
രണ്ടാമത്തെ സ്റ്റേജ് എന്താ? പുനരാകിരണം. അതെന്ന് പുനരാകിരണം എന്താന്ന് നോക്കാം. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ, നോക്കിക്കോ, വൃക്കാനളിക ഞാൻ അടുത്ത ചിത്രത്തിൽ കാണിച്ചു തരാം. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആ വൃക്കാനളിക കണ്ടോ? കുറേ ആ മഞ്ഞ കളറിൽ അവിടെ ഇവിടെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പാമ്പ് പോലെ കിടക്കുന്ന ഭാഗം, ലൈറ്റ് യെല്ലോ കളറിൽ, അതാണിത് നമ്മുടെ വൃക്കാനളിക. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈ വൃക്കാനളികയിലൂടെ ഒഴുകുമ്പോൾ വൃക്കാനളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് അവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. ഈ പ്രവർത്തനമാണ് പുനരാകിരണം. എന്താ? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികകളിലൂടെ എങ്ങോട്ടൊഴുകും? ശേഖരണ നാളിയിലേക്ക് ഒഴുകും. ശേഖരണ നാളിയിലേക്കാണ് ശേഖരണ നാളിയാണിത്. ഈ ശേഖരണ നാളിയിലാണ് എന്ത് ചെയ്യേണ്ടത്? മൂത്രം സംഭരിക്കേണ്ടത് അല്ലേ? ഇങ്ങനെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുന്ന സമയത്ത് അതിൽ നിന്ന് ആവശ്യമുള്ള വസ്തുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ രക്തത്തിലേക്കുള്ള പുനരാകിരണമാണ് രണ്ടാമത്തെ സ്റ്റേജ്. സൂക്ഷ്മരിക്കൽ ഒന്നാമത്തെ സ്റ്റേജ്, രണ്ടാമത്തേത് പുനരാകിരണം. ആദ്യത്തെ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവും. ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികയിലൂടെ ഒഴുകും. ആ സമയത്ത് എന്ത് നടക്കും? പുനരാകിരണം നടക്കും. കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് പുനരാകിരണം, മൂന്നാമത്തെ സ്റ്റെപ്പ് സ്രവണം. ഇതെന്ന് സ്രവണം. രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്കാനളികയിലേക്ക് സ്രവിപ്പിക്കപ്പെടുന്നു. ഈ വൃക്കാനളികയും മറ്റും എപ്പോഴും ബ്ലഡ് വെസൽസും ഒക്കെ ആയിട്ട് ഹൈ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്കാനളികയിലേക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും? സ്രവിപ്പിക്കപ്പെടും. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സൂക്ഷ്മരിക്കൽ, രണ്ടാമത്തത് പുനരാകിരണം, മൂന്നാമത്തത് സ്രവണം. എന്താണ് സ്രവണം? രക്തത്തിൽ അധികമായിട്ടുള്ള ചില ഘടകങ്ങൾ എന്ത് ചെയ്യും? വൃക്കാനളികയിലേക്ക് ഡയറക്റ്റ് സ്രവിപ്പിക്കപ്പെടുന്നു. ഓക്കെ. ഇനി അവിടെ ചില ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഡാർക്ക് ബ്ലൂ കളറിൽ കൊടുത്തത് സൂക്ഷ്മരിക്കൽ. ഇതെവിടെയാണ് ശരിക്കും സൂക്ഷ്മരിക്കൽ നടക്കുന്നത്? സൂക്ഷ്മരിക്കൽ നിങ്ങൾക്ക് കാണാം ഗ്ലോമറുലസിൻ്റെ ഭാഗത്താണ് നടക്കുന്നത്. സൂക്ഷ്മരിക്കൽ നടന്നു. രണ്ടാമതൊരു പുനരാകിരണം കൊടുത്തിട്ടുണ്ട്. വൃക്കാനളികയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പുനരാകിരണം നടക്കുന്നത്. മീൻസ് ആവശ്യമുള്ളത് രക്തത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? പുനരാകിരണം ചെയ്തെടുക്കുന്നത്. മൂന്നാമത്തത് സ്രവണം. രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ എന്ത് ചെയ്യും? വൃക്കാനളികയിലേക്ക് എത്തിക്കും. നമുക്ക് വേണ്ട രക്തത്തിൽ ഒരുപാടുണ്ട്, അതിനെങ്ങോട്ട് കൊടുക്കും? വൃക്കാനളികയിലേക്ക് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ വൃക്കാനളിക വഴി ഇങ്ങനെ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പുനരാകിരണം ചെയ്ത് ആവശ്യമില്ലാത്തതൊക്കെ പുറത്ത് കളഞ്ഞ് അവസാനം എന്ത് രൂപം കൊള്ളും? മൂത്രം രൂപം കൊള്ളും. മനസ്സിലായോ? ശേഖരണ നാളിയിൽ നിന്ന് പെൽവിസിലേക്ക് ഒഴുകിയെത്തുന്ന ദ്രാവകമാണ് മൂത്രം. ശേഖരണ നാളിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ആ കുറേ ബ്രാഞ്ചസ് കാണുന്നത്. മുകളിലൊരു ബ്രാഞ്ച് അപ്പുറത്തെ സൈഡിലേക്ക് ഉണ്ട്, താഴെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ നെഫ്രോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പം അങ്ങനത്തെ കുറേ എണ്ണമുണ്ട്. ആ ഓരോ ശേഖരണ നാളിയിലേക്ക് എത്തുന്ന എന്താണ്? മൂത്രമാണ്. ശേഖരണ നാളിയിൽ നിന്ന് ആ മൂത്രം എങ്ങോട്ട് ഒഴുകും? പെൽവിസിലേക്ക് ഒഴുകും. ശേഖരണ നാളിയിൽ നിന്ന് മൂത്രം എങ്ങോട്ടൊഴുകും? പെൽവിസിലേക്ക് ഒഴുകും. അപ്പം ശേഖരണ നാളിയിൽ നിന്ന് പെൽവിസിലേക്ക് ഒഴുകിയെത്തുന്ന ദ്രാവകമാണ് ഇത്? മൂത്രം. മനസ്സിലായല്ലോ? ശേഖരണ നാളിയിൽ നിന്ന് പെൽവിസിലേക്ക് എന്ത് ഒഴുകിയെത്തുന്നു? മൂത്രം ഒഴുകിയെത്തുന്നു. മൂത്രത്തിലെ ഘടകങ്ങൾ ഇതും പഠിക്കണം. ഇതും നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങളും മൂത്രത്തിലെ ഘടകങ്ങളും കമ്പയർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പം മൂത്രത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ. അപ്പം മൂത്രത്തിലെ മുഖ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവയാണ് മൂത്രത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ? ഇനി ഒരു ടേബിള് ഇത് പഠിക്കണം കേട്ടോ. ഇത് ഓരോന്നും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ടൈപ്പാണ് വരുന്നത്. വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ ഏതാണ്? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത് വൃക്കാധമനി. വൃക്കയിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ വൃക്കാസിര. കൊണ്ടുപോയി വൃക്കാസിര. വൃക്കകളിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ നെഫ്രോണുകൾ. പലതും പഠിച്ചതാണ്, റിവൈസ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തി പോലുള്ള കപ്പ് പോലുള്ള ഭാഗം ബൊമാൻസ് ക്യാപ്സ്യൂള്.
നെഫ്രോണിൻ്റെ ഒരറ്റത്ത് ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലത്തെ ഭാഗം ഏതാണ്? ബൊമാൻസ് ക്യാപ്സ്യൂള്. ദെൻ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലെ സൂക്ഷ്മ ലോമികാജാലം. ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്ത് കുറേ ലോമികകളുടെ കൂട്ടമുണ്ട്. അതിനെന്ത് വിളിക്കും? ഗ്ലോമറുലസ് എന്ന് വിളിക്കും. ബൊമാൻസ് ക്യാപ്സ്യൂളിലെ സൂക്ഷ്മ ലോമികാജാലത്തെ എന്ത് വിളിക്കുന്നു? ഗ്ലോമറുലസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഗ്ലോമറുലസ് എന്ന് വിളിക്കുന്നു. ദെൻ ലോമികാജാലത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലിനെയാണ് എന്ത് വിളിക്കുന്നത്? അഫറന്റ് വെസല്. ലോമികാജാലത്തിനകത്തേക്ക് രക്തത്തെ കൊണ്ടുവരുന്ന ആള്, അതായത് നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ ആദ്യം രക്തം ഉള്ളിലേക്ക് കയറണ്ടേ, നെഫ്രോണിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ രക്തം ഉള്ളിലേക്ക് എത്തിക്കുന്ന കുഴൽ ഏതാണ്? അഫറന്റ് വെസൽ. ഇനി ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതിയാ? പുറത്തേക്കും കൊണ്ടുപോണ്ടേ? പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആളാരെന്ന്? ഇഫറന്റ് വെസൽ. ലോമികാജാലത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴലാണ് ഇത്? ഇഫറന്റ് വെസല്. കിട്ടിയല്ലോ. ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണനാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനളിക. ബൊമാൻസ് ക്യാപ്സ്യൂളും ശേഖരണനാളിയും. നോക്കിയേ, ചിത്രം നോക്കിയേ. ബൊമാൻസ് ക്യാപ്സ്യൂൾ ഇവിടെ മുകളിലുണ്ട്. ബൊമാൻസ് ക്യാപ്സ്യൂള് ഇതാണ്. ഇത് ബൊമാൻസ് ക്യാപ്സ്യൂൾ മക്കളെ, ഇത് ബൊമാൻസ് ക്യാപ്സ്യൂള്. ഇത് ശേഖരണനാളി. മനസ്സിലായല്ലോ? അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂളും ശേഖരണനാളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് ഇത്? വൃക്കാനളിക. ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണനാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴൽ ഏതാണ്? വൃക്കാനളിക. ദെൻ വൃക്കാനളികകൾ വന്നു ചേരുന്നതും മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നതുമായ ഭാഗമാണ് ശേഖരണനാളി. അതായത് കുറേ വൃക്കാനളികകൾ വന്നു ചേരും, മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നതുമായ ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? ശേഖരണനാളി എന്ന് വിളിക്കുന്നത്. ദെൻ മൂത്രവാഹിയുടെ ആരംഭ ഭാഗത്തെ പെൽവിസ് എന്ന് വിളിക്കും. മൂത്രവാഹിയുടെ ആരംഭഭാഗം, മൂത്രവാഹിയുടെ ആരംഭഭാഗത്തെ എന്ത് വിളിക്കും? പെൽവിസ്. നമ്മുടെ പിക്ചർ നോക്കിക്കോ. മൂത്രവാഹിയുടെ ആരംഭഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? പെൽവിസ് എന്ന് വിളിക്കും. പെൽവിസാണ് പിന്നെ എങ്ങോട്ട് തുറക്കുന്നത്? മൂത്രവാഹിയിലേക്ക് തുറക്കുന്നത് അല്ലേ? മൂത്രവാഹിയിൽ നിന്ന് മൂത്രം എങ്ങോട്ട് പോവും? മൂത്രാശയത്തിലേക്ക് പോവും. അവിടെ കുറച്ച് നേരം നിൽക്കും. ദെൻ എന്ത് ചെയ്യും? നമുക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ടെൻഡൻസി വരുന്ന സമയത്ത് നമ്മളത് പുറത്തേക്ക് കളയും. ആണല്ലോ. അപ്പോൾ വൃക്കാനളികകൾ വന്നു ചേരുന്നതും മൂത്രം ശേഖരിച്ച് പെൽവിസിലെത്തിക്കുന്നതുമായ ഭാഗമാണ് ഇത്? ശേഖരണനാളി. ദെൻ മൂത്രവാഹിയുടെ ആരംഭഭാഗം പെൽവിസ്. മൂത്രസഞ്ചിയിലെത്തിക്കുന്ന ഭാഗം മൂത്രവാഹി. മൂത്രത്തെ മൂത്രാശയത്തിൽ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? മൂത്രവാഹിയാണ്. മനസ്സിലായല്ലോ? ദെൻ നമ്മുടെ ഈ പിന്നെന്താ പറയുക, ഈ അതിസൂക്ഷ്മ അരിക്കൽ നടന്ന് മൂത്രം ഫോം ചെയ്യുന്ന പ്രവർത്തനമാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോളൂ. മഹാധമനി, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട മഹാധമനി. ഓക്കെ, മഹാധമനി, ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം ഒഴുകുന്ന നമ്മുടെ മഹാധമനി. അതിൻ്റെ ബ്രാഞ്ച് വൃക്കാധമനി. വൃക്കാധമനിയിൽ നിന്ന് എഫറന്റ് വെസൽ വഴി ഗ്ലോമറുലസിലേക്ക് രക്തമെത്തി. ഗ്ലോമറുലസിൽ നിന്ന് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്തു. ഗ്ലോമറുലസിൽ നിന്ന് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്തു. അത് പിന്നീട് എങ്ങോട്ട് പോയി? വൃക്കാനളികയിലേക്ക് പോയി. ശേഖരണനാളിയിലേക്ക് സംഭരിച്ചു. ശേഖരണനാളി വഴി ഒഴുകി. എന്ത് രൂപം കൊണ്ടു? മൂത്രം രൂപം കൊണ്ടു. മൂത്രം പിന്നീട് എങ്ങോട്ട് പാസ് ചെയ്തു? പെൽവിസിലേക്ക് പാസ് ചെയ്തു. പെൽവിസിൽ നിന്ന് എങ്ങോട്ട് പോയി? മൂത്രവാഹിയിലേക്ക് പോയി. ദെൻ മൂത്രാശയം. അവസാനം മൂത്രാശയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. മനസ്സിലായോ? അപ്പം നെഫ്രോണുകളിൽ നിന്ന് വരുന്ന മൂത്രം പെൽവിസിലെത്തുന്നു. അവിടെ നിന്ന് മൂത്രവാഹിയിലൂടെ മൂത്രാശയത്തിലെത്തി മൂത്രനാളി വഴി പുറന്തള്ളപ്പെടുന്നു. ഈ ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കണം. ഫ്ലോ ചാർട്ട് എക്സാമിന് ചോദിക്കും. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെക്കുക എന്നേ പറയാനുള്ളൂ. പഠിച്ചോളുക, വേറെ ഒന്നും നോക്കണ്ട, പഠിച്ചോളുക. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, പഠിക്കുക. ദെൻ ഇനി നമ്മുടെ മൂത്രത്തിലെയും ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെയും ഘടകങ്ങളെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒക്കെ ഉണ്ട്. ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾ കൂടുതൽ ലോഡ് എടുപ്പിക്കുന്നില്ല ഒരു ദിവസം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് നിർത്താം. ഒരുപാട് ലെങ്തി ആയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ടൈം ഇനി വേസ്റ്റ് ചെയ്യുന്നില്ല. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളിത് വീണ്ടും വീണ്ടും കാണുക, മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്കുകളായിട്ടും കമൻറ്റുകളായിട്ടും രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ച, അതായത് ഈ സ്ലൈഡ് തൊട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.